ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി ഇന്നലെ കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇന്നലെ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഒരു ചെമ്മീൻ ബിരിയാണി വെച്ചാലോ എന്നിട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ തട്ടിക്കൂട്ട് ചെമ്മീൻ ബിരിയാണി എങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെമ്മീൻ അമ്മ ഓൾറെഡി ഇന്നലെ ശരിയാക്കി വെച്ചു. അത് കാരണം ആ ഇല്ലായിരുന്നു. പണി എളുപ്പമായി. അതെ, അത്യാവശ്യം നല്ല വലിയ ചെമ്മീനാണ്, കാണാൻ പറ്റുന്നുണ്ടാവും. അമ്മ നമുക്കപ്പ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമായിട്ട് എത്തിക്കഴിഞ്ഞു ഗൈസ്. കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ വേപ്പില അതൊക്കെ ഉണ്ട് കേട്ടാ. അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ വാങ്ങാൻ പോയിക്കായിരുന്നു കേട്ടോ അമ്മ. നമുക്ക് ചെമ്മീൻ ഇവിടെ ചേച്ചി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെമ്മീനിലോട്ട് ഓൾറെഡി ഇന്നലെ കഴുകി വെച്ചതാണ്. പിന്നെ ഫ്രീസറിൽ വെച്ചോണ്ട് ഒന്നും കൂടി കഴുകിയെടുക്കും. ഐസ് ഒന്ന് പോവാനായിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കുന്നതാണ്. അപ്പൊ ഇതാണ്ട നമ്മുടെ ചെമ്മീൻ. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് ഉപ്പും മുളകൊക്കെ ആദ്യം ഒന്ന് ഇതാക്കി എടുക്കണം, ഒന്ന് വറുക്കണം, ഫ്രൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പൊ ആദ്യം നമുക്ക് വറുക്കാനായിട്ട് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പകുതി ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞ് വെക്കുക. ഇനി എന്ത് ചെയ്യണം? കുഴക്കണം. നന്നായിട്ട് കുഴക്കണം, മിക്സ് ചെയ്യണം. ഇനി നന്നായിട്ട് കുഴക്കാം. അതിനുശേഷം നമ്മുടെ ചെമ്മീനിടാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നമുക്ക് ഈ ചെമ്മീനിൽ അത്യാവശ്യം ഈ ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് പോലെ, അധികം ഗ്രേവി ഉണ്ടാവില്ല, എന്നാൽ അധികം ഇല്ലാത്ത രീതിയിലാണ് ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ചെമ്മീൻ ഇങ്ങനെ കുഴക്കാം. മുളക് പൊടിയുടെ ഒക്കെ ഒരു സ്മെല്ല്. മുളക് പൊടിയിലിട്ട് കുഴപ്പമില്ല. മുളക് പൊടി മഞ്ഞപ്പൊടിയുടെ ഒക്കെ ഭയങ്കരമാണ്. ഇനി ബാക്കിയെല്ലാം ചെയ്യുന്നത് നമ്മുടെ അമ്മു ആയിരിക്കും. ഞാൻ ക്യാമറ കൺട്രോൾ ചെയ്യും, അമ്മു ബാക്കിയെല്ലാം ചെയ്യും. ബിരിയാണി ആയാ മതിയായിരുന്നു. അപ്പൊ നമ്മൾ ഏകദേശം 1 കിലോ അളവിനാണ് നമ്മൾ അരി എടുത്തേക്കുന്നത്. അപ്പൊ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നത് എനിക്ക് തോന്നുന്നത് 2 കിലോ അരി അങ്ങാണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനാവശ്യത്തിനുള്ള അരി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറെ പേർക്ക് നമുക്ക് ആകെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അരി എടുത്തത്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ആ ഒരു വെള്ള പാണ്ട് പോലത്തെ വെള്ളം ഉണ്ടല്ലോ, അത് മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് കഴുകുന്നുണ്ട്. ഏകദേശം ഒരു 4 പ്രാവശ്യം കണ്ടും കഴുകി എടുത്തപ്പോഴാണ് കേട്ടോ ഒന്ന് മാറിയത്. എന്നിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീന്റെ പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ വറുത്തെടുക്കാം. അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ എടുക്കാം. നമ്മുടെ ഇന്നത്തെ കുക്ക് അമ്മു ആണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് സാരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാ അമ്മു കുക്ക് ചെയ്യുന്നത്. ഇതെന്തോ ഒഴുക്കി മൂടി തുറന്നങ്ങോട്ട് ഒഴിച്ചാറ്. മൂടി ലാസ്റ്റ് തുറന്നു വരുതട്ടാ. നമ്മുടെ ചെമ്മീൻ കുറെ നേരം ഇതേപോലെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണ ചൂടായി ഇട്ടുകൊടുക്കാം. ഇത് ചോറിരിക്കുന്ന കയ്യിലല്ലേ? സാധനം അവിടെ പൊട്ടിത്തെറിക്കത്
ചെമ്മീൻ ഇപ്പം നമ്മൾ കുറച്ചായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അങ്ങനെ ഫുള്ളിട്ട് വറുത്തെടുക്കുന്നതിന് നല്ലത് നമ്മൾക്ക് കുറച്ചായിട്ടിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതേ നമ്മൾ കലത്തിൽ അത്യാവശ്യം നമ്മുടെ അരിക്കുള്ള വേവാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ചെമ്മീൻ നമ്മുടെ വലിയ അടുപ്പിലാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ അതൊന്ന് ചെറിയ അടുപ്പിലോട്ട് ആക്കിയിട്ട് നമ്മുടെ അരി വലിയ അടുപ്പിലോട്ട് ആക്കി വെക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് ചൂടാവുന്ന ഒന്ന് തള വരണ്ട, ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ഇടാനുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ഇടാം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി ചെറുനാരങ്ങയുടെ നീര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ചോറൊക്കെ അങ്ങനെ ഒട്ടാണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുമ്പോ. ഓക്കെ, ഒരു സ്പൂൺ എന്തെന്നാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ, ഇതിന്റെ പേര് എനിക്കറിയില്ല. നക്ഷത്രം പോലത്തേത് 2 എണ്ണം. പിന്നെ നമ്മുടെ ഇല ഞാൻ ഇതേപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കറുകട ഇല. ഇതൊക്കെ പേര് കറക്റ്റായിട്ട് അറിയാവുന്നവര് ഞങ്ങളോടൊന്നും തോന്നരുത്. എല്ലാ നക്ഷത്രത്തിന്റെ പേരാണ് കറക്റ്റായിട്ട് അറിയാത്ത. അതന്നെ, താമ്പൂലും അതാണ് തോന്നണം. പിന്നെ കറുകപ്പട്ട, പിന്നെ ഈ ഒരു സാധനം ജാതിപത്രിക അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഏലക്ക, എല്ലാം ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അതിനൊക്കെ തപ്പിയെടുക്കണം ഓരോന്ന്. കുരുമുളക്, പെരുംജീരകത്തിന്റെ കുരുമുളക് കുറച്ചും കൂടി വേണം, തപ്പിയെടുക്കുകയാണ്. അതെനിക്കായി കിടക്കുന്നുണ്ട്. കരയാമ്പൂ 2-3 ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഞാൻ തിരക്കിയെടുക്കണേ. കുറച്ച് ടൈം പിടിക്കും, കൈ കിട്ടുന്നില്ല ഗൈസ്. ഒരു 2-3 എണ്ണല്ല, ഒരു 5-6 എണ്ണം ഇടാം. 5-6 ഇതിലിട്ട് ഇടാം. ഓക്കെ, ഒരു 6 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിടണം? ഉപ്പിടണം. ഉപ്പ് ഞാനത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി എനിക്ക് ഇങ്ങനെ ബിരിയാണി വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ അത് കാരണം കുറച്ച് മഞ്ഞപ്പൊടി ഇടാറുണ്ട്. ആ ഒരു അരി ഇങ്ങനെ വെളുത്തിരിക്കുന്നത് എനിക്ക് എന്തോ പോലെ തോന്നും. അപ്പൊ ഞാൻ ഇതേപോലെ കുറച്ച് മഞ്ഞപ്പൊടി അതിലിടാറുണ്ട്. മഞ്ഞപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. അത് തന്നെ, ആവശ്യമുള്ളവർക്ക് ഇടാം. പിന്നെ നമ്മൾ ഇടുന്നത് എന്തെന്നാ, ക്യാരറ്റ്. കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഈ ഐറ്റങ്ങൾ ഇടുന്നത്. ക്യാരറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ ക്യാരറ്റ് നല്ലോണം വെന്ത് കിട്ടും അരിയുടെ കൂടെ, അല്ലെങ്കിൽ പിന്നെ ഇത് വേഗാത്ത പോലെ ഇരിക്കും. പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കണുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ഇടാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും അരി ഇടാം. അപ്പൊ നമുക്ക് നമ്മുടെ അരി ഒന്ന് ഇതേപോലെ വെള്ളം കളയാനായിട്ട് വെക്കാം. അതായത് നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ഒരു പരുവാകുമ്പോഴേക്കും വാരിയെടുക്കാം കേട്ടോ. ആദ്യത്തെ സെറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ആദ്യത്തെ വെളിച്ചെണ്ണ കൂടുതലാണ് ഗൈസ്. അപ്പൊ ഇതുപോലെ നമ്മള് ബാക്കിയുള്ള ചെമ്മീനും കൂടി വറുത്തെടുക്കണം. അപ്പൊ അത് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാട്ടോ.
അപ്പൊ ഗായ്സ് നമ്മുടെ വെള്ളം ഇവിടെ ദേ ഏകദേശം തിളക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം. ഇളക്കി കൊടുക്കാട്ടാ. അരി ഇട്ട് ഫുള്ള് അരി ഇട്ട് കഴിഞ്ഞ് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കൊരു 3/4 വേവ് മതി, കൊറേ വേവൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ചെമ്മീൻ ലാസ്റ്റ് ട്രിപ്പാണ്. ലാസ്റ്റ് പോർഷൻ. നമ്മുടെ സാധനത്തിന് ചെറുതായിട്ട്, സാധനം കുഞ്ഞു ചെമ്മീനാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ പറ്റിക്കാനായിട്ട് വലിയ ചെമ്മീൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് കൊടുക്കും. അതെ, സാധനത്തിനെ പറ്റിക്കാൻ. പക്ഷെ ആൾക്ക് അറിയാം, എന്നാലും വലിയ സൈസിലുള്ള ആൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. അതായത് നമ്മുടെ അരി ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കിതിന് ഇതേപോലെ ഊറ്റിയെടുക്കാം. ആക്കുമ്പോ വേഗണ്ട, ഒരു ഈയൊരു പരിവായാൽ മതി. അധികം വേഗണ്ട, 1/4 ഭാഗം വേവ് വേണ്ട, 3/4 ഭാഗം വേവ് മതി. വെള്ളം നന്നായിട്ട് കളയാം. നമ്മുടെ ചോറ് ഇവിടെ ഫുള്ള് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെയാണ് ഊറ്റുന്നത്. ഇനിയുണ്ട്. ഇനിയുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ ചോറ് ഊറ്റണ സമയം കൊണ്ട് നമുക്ക് മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിക്കില്ലേ, ക്രിസ്മസ് ഒക്കെ വറുത്തെടുക്കാം. അതിനായി നമ്മളിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് കുറച്ച് എണ്ണ. നമ്മളപ്പോൾ നേരത്തെ ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ പൊടികൾ എടുക്കാണ്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ മാത്രമായിട്ട് ഇങ്ങനെ കുറച്ച് ഇത്തിരി വറ്റിച്ച് വേണ്ടിട്ട് എടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ചേ ഇടുന്നുള്ളൂ. അത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചെമ്മീനിലോട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം ഞങ്ങളിവിടെ ഒരു 2 വെളുത്തുള്ളിയുടെ ആ ഒരു മുഴുവനായിട്ട് 2 വെളുത്തുള്ളിയും പിന്നെ ഒരു എന്തോരം ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ ഒരു 3 പച്ചമുളകും ഇതേപോലെ ജാറിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ നേരത്തെ ആ ചെമ്മീൻ വറുത്തപ്പോൾ എടുത്ത ആ ഒരു വെളിച്ചെണ്ണ അതിൽ തന്നെയാണ് ഈ സവാള ഇട്ടേക്കണത്. അപ്പോൾ ഓൾറെഡി ആ ചെമ്മീൻ വറുത്തതിൻ്റെ മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ മസാലയൊന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ഈ നമ്മുടെ സവാള ഒന്ന് വാടാനായിട്ട് മൂടി വെക്കാം. ഇത് നമുക്ക് പൊക്കി വെക്കാം. സവാള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തക്കാളിയും കുരുമുളകും കൂടി അടിച്ചു വെച്ചേക്കുന്നതാണ്. കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ ചെമ്മീൻ കറി ആയതാണ് കുരുമുളകൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കാരണം തക്കാളി അതും കൂടി ഇതിലോട്ടിട്ട് ഇതായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായില്ല. മറ്റേ നമ്മുടെ ചെമ്മീൻ വറുത്ത മസാലയുടെ ഒരു ഉപ്പ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പില്ല, അതാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ്.
ഇപ്പം അത്യാവശ്യം എരിവ് തോന്നുന്നുണ്ട്. നമുക്ക് കുരുമുളക് കിട്ടതല്ലേ, അതാണ് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ, സാധാ മുളക് പൊടി ഇടുന്നില്ല. ഇതൊരു 2 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ ഇടണത് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല. അധികം വേണ്ട, നമ്മുടെ ചെമ്മീനായത് കാരണം അധികം ഗരം മസാലയൊക്കെ നല്ല രസം. നല്ലൊരു ചെറിയൊരു ഫ്ലേവറിന് ഗരം മസാല ഇട്ടാൽ രസം ഉണ്ടാവും എന്ന് തോന്നുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ മിക്സിൻ്റെ പച്ച മണം നന്നായിട്ട് മാറണം കേട്ടോ, പച്ചച്ചൊവ്വ. നമ്മുടെ ഗ്രേവി തന്നെ നല്ലൊരു കളറുണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് കുറച്ച്, ഞങ്ങൾക്ക് മല്ലിയിലൊന്നും അത് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല, കാരണം ഒരു ഇച്ചിരി മല്ലിയില കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ ഇനി ഇടും കേട്ടോ, കറിവേപ്പില ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കറിവേപ്പില ഞങ്ങൾ ഇനി ഇടും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ. നമുക്കിതിലോട്ട് നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലോട്ടൊരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ചെമ്മീനും നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് മിക്സ് ആവാനാണ്. നമ്മുടെ ചെമ്മീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. നമ്മുടെ ചെമ്മീൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് എന്താ കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ റെഡി. അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് സവാള ഒന്ന് മുരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ സെയിം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ സവാള അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടണം, ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം. അപ്പം അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് സെറ്റ് ആവട്ടെ, മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറ് സെറ്റ് ആവാനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അടിഭാഗത്ത് നെയ്ത് അടക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവാള, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ ചോറിടുക. അങ്ങനെ ലെയർ ആയിട്ട് സവാളയും ചോറും പിന്നെ നമ്മുടെ കാഷ്യൂനട്ടൊക്കെ ഇട്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ചോറ് നമ്മൾ റെഡിയാക്കി ഒന്ന് ദമ്മ് പോയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വലിയ ഉരുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ചോറപ്പം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചെമ്മീൻ സെറ്റപ്പായിട്ട് സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സർലാസ്, നമ്മുടെ ചോറ്, ബിരിയാണി അല്ല ചോറ്. പിന്നെ ഇത് സാനുവിൻ്റെ ചെമ്മീൻ ഇട്ടാ. അപ്പം നമ്മളിത് രണ്ട് സെപ്പറേറ്റ് ആണ് വെച്ചേക്കണത്. അപ്പോൾ ചിലവർ ഇതിങ്ങനെ ദമ്മ് പോലെ വെക്കും കേട്ടോ, അതായത് ചോറ് ഒരു ലെയർ ഇട്ടിട്ട് പിന്നെ ചെമ്മീൻ അടുത്ത ലെയറൊക്കെ ഇട്ടിട്ട്. പക്ഷെ നമ്മളിത് സെപ്പറേറ്റ് ആണ് വെച്ചത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് മാത്രം കഴിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദമ്മ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് വിളമ്പാം. സാധനം ഇവിടെയുണ്ട്, ബിരിയാണി. നമുക്ക് ആദ്യം കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബിരിയാണി ചോറ് പൊട്ടിച്ചോട്ടെ, പൊട്ടിക്കട്ടെ. ചോറ് പക്കത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക.
ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.